24 ബ്രേക്കിംഗ്. ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രിയുടെ കെട്ടിടം അപകടാവസ്ഥയിലായിട്ടും പൊളിക്കാൻ നടപടിയില്ല. 70 വർഷം പഴക്കമുള്ള കെട്ടിടം അൺഫിറ്റാണെന്ന് ജില്ലാ പഞ്ചായത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ് പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കുന്നത്. കെട്ടിടം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി അധികൃതർ ജില്ലാ പഞ്ചായത്തിന് കത്തും നൽകിയിരുന്നു. ഈ കെട്ടിടത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 3-4 വർഷക്കാലമായി കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. എന്നാൽ കെട്ടിടം മെയിൻ്റെനൻസ് ചെയ്യുന്നതിനോ ഇല്ലെങ്കിൽ ഇത് പൊളിച്ചു മാറ്റുന്നതിനോ തയ്യാറാകുന്നില്ല. ഈ കെട്ടിടം പൊളിച്ചു മാറ്റാത്തതിൻ്റെ പ്രധാന കാരണം ഈ കെട്ടിടം അൺഫിറ്റ് ആണെന്ന് പറഞ്ഞ് ഒരു എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് നൽകണം. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇത് കിട്ടിയിട്ടില്ല. ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ടുണ്ടല്ലോ അത് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് ഇത് ചെയ്യുന്നില്ല. വിവരങ്ങളുമായി ഇപ്പോൾ രാഹുൽ വിജയനാണ് ചേരുന്നത്. രാഹുൽ, നേരത്തെയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഈ അപകടാവസ്ഥയിലായ കെട്ടിടം സംബന്ധിച്ച വാർത്തകളൊക്കെ വന്നിട്ടുള്ളതാണ്, റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നടപടി ഉണ്ടാകാത്തത് രാഹുൽ? ഉന്മേഷ്, 100 കണക്കിന് രോഗികൾ എത്തുന്ന അല്ലെങ്കിൽ അവർക്കൊപ്പം ആളുകൾ എത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് തൊടുപുഴ ജില്ലാ ആശുപത്രി. അവിടെയാണ് ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ 70 വർഷം പഴക്കമുള്ളൊരു കെട്ടിടം ഇങ്ങനെ നിൽക്കുന്നത്. നിലവിൽ അത് പ്രവർത്തിക്കുന്നില്ല. അവിടെ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നില്ല. 4 മാസമായിട്ട് അടഞ്ഞു തന്നെ കിടക്കുകയാണ്. പക്ഷേ അതിന് സമീപത്തൊക്കെ ആളുകൾ പോയി നിൽക്കുന്നതാണ്. മാത്രമല്ല ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനുള്ളിലേക്ക് ആളുകൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ഒരു കയർ കെട്ടി മാത്രമാണ് അവിടെ തടസ്സം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ കയർ കൊണ്ടൊന്നും ഒരു അപകടത്തെ ഒഴിവാക്കാൻ കഴിയുന്നതാണെന്ന് ഒരിക്കലും കരുതുന്നില്ല. അതുതന്നെയാണ് അബ്ബാസ് എന്ന് പറയുന്ന ആളിപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് പൊളിച്ചു മാറ്റണമെന്ന് ആശുപത്രി അധികൃതർ ജില്ലാ പഞ്ചായത്തിന് 1 മാസം മുമ്പ് നോട്ടീസ് നൽകിയതാണ്. പക്ഷേ ഈ കെട്ടിടം അൺഫിറ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തൽ ഇതുവരെ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായിട്ടുള്ള ഇടപെടലുണ്ടായി ഈ കെട്ടിടം പൊളിച്ചു മാറ്റിയില്ല എങ്കിൽ വലിയ അപകടം ഉണ്ടാകുമെന്നുള്ളതാണ് നാട്ടുകാർ തന്നെ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടെന്നുള്ള ആരോപണം കൂടി നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിൽ ഈ കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്ന് ആശുപത്രി അധികൃതരും പറഞ്ഞിട്ടുണ്ട്. അപകടം ഉണ്ടാകുന്നതിന് മുമ്പേ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ അത് വലിയ തരത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അടിയന്തര ഇടപെടലാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ജില്ലാ ആശുപത്രി ആയതുകൊണ്ട് തന്നെ അതിന്റെ നടത്തിപ്പും അതിന്റെ ഉത്തരവാദിത്വവും പൂർണ്ണമായിട്ടും ജില്ലാ പഞ്ചായത്തിനാണ്. അതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം ആശുപത്രി അധികൃതർ പറയുകയും ചെയ്യുന്നത്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.